ചിമ്പോ ചിമ്പോ ചിമ്പുട്ടാ ചിമ്പു ഇനി അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് എത്തിയേ ഞാനിപ്പോൾ നടക്കാൻ വേണ്ടിയിട്ട് വന്നാൽ നമ്മുടെ പാർക്കാട്ടെ. ഇവിടെ നോക്കിക്കുക, ചില മരത്തിൻ്റെ ഇലയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ടൈപ്പ് ഇലയുടെ മരത്തിൻ്റെ ഇല മാത്രമേ കളർ മാറിയിട്ടുള്ളൂ. കണ്ട, ഈ ഫുള്ള് ഇലയുടെ കളർ മാറും കേട്ടോ. ഈ ഒരു മരത്തിൻ്റെ ഇലയുടെ കളർ മാറിയിരിക്കണം. ഇത് നല്ല രസമുണ്ട് കേട്ടോ കളർ കാണാൻ വേണ്ടിയിട്ട്. പൊക്കോ മക്കളെ, ഒന്നും ചെയ്യില്ല. പൊക്കോ പൊക്കോ. പേടിപ്പിച്ച് ഞാൻ രാവിലെ എൻ്റെ നടത്ത കഴിഞ്ഞ് വന്നേട്ടാ നമ്മുടെ ചിമ്പുട്ടൻ. ഞാൻ പോയിപ്പോൾ എൻ്റെ പിന്നാലെ വരാൻ വേണ്ടിയിട്ട് വന്നേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഞാൻ ചെടികളുടെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ആൾ എന്നെ കാണാൻ വലിയ സന്തോഷം കേട്ടോ. ബിന്ദൂർ കേട്ടോ എന്നെ നോക്കിയിരിക്കുന്നത് കാണാം. ഞാൻ വിളിക്കട്ടെ കേട്ടോ. ചിമ്പുട്ടാ, ചിമ്പു 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 ചിമ്പൂസേ, ചിമ്പു എന്ത് പണിയിരിക്കണേ കോച്ചേ? നാളെ നമുക്ക് ബെൽറ്റൊക്കെ ഇട്ടിട്ട് നടക്കാൻ പോവാട്ടാ. വാ, ഭയങ്കര പണിതല പാടോട്ടെ. എന്ത് പറ്റിയേ? വാ, ഓക്കെ ഞാൻ പോവാ. ചിമ്പോ ആ ഓടിവാ. നമ്മുടെ ഇവിടെ നിൽക്കണ ചെടികളുടെ ഇലകളൊക്കെ നോക്കി പഴുത്തു തുടങ്ങിയിട്ടാ. വാ, ചിമ്പൂസേ ചിമ്പൂസേ ചിമ്പൂസേ, വാ വാ.
ഈ പൂവിൻ്റെ കളറൊക്കെ നോക്കിയേ, ഇപ്പം നല്ല ഭംഗിയുള്ള കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസമായി കളർ കാണാൻ വേണ്ടിയിട്ട്. ഇത് ആദ്യം വൈറ്റ് ആയിട്ടാണല്ലോ വന്നത്. ഒരു ഫുഡ് എടുത്തിട്ട് വരാട്ടെ. എൻ്റെ ആസ്പിനെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. സെഷൻ ആസ്പിനെ ഇവിടെ കിടന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇവിടെ കിടന്നിട്ട് പറയാം. ഇന്നത്തെ എടുക്കണേ രണ്ടുപേരും വേണ്ടിയിട്ട്. ചേട്ടനെ ദേഷ്യം തണുപ്പുണ്ടോ? പുറത്തുനിന്ന് കാറ്റ് വെച്ചിട്ടില്ല. ചാടിക്കോ, ചാടറ കുട്ടാപ്പി.
നീ നടന്നു. അപ്പോൾ നമ്മളോട് അത് ആപ്പിൾ പിക്കിങ്ങിന് എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടമാനം ആപ്പിൾ ഇതാ നോക്കി താഴെ വീണെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ആപ്പിൾ പറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്തോ ആപ്പിളെ താഴെ വീണെടുക്കുന്നത് നോക്കിയിട്ട് എന്ത് ഭംഗിയാന്ന് അറിയുന്നുണ്ട്. കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് കിടക്കുന്നത്. എന്ത് വലിയ ആപ്പിളുകളല്ല, വലിയ ഒരു കേടുമില്ല കേട്ടോ. പക്ഷെ താഴെ കിടന്നൊന്നും ആരും എടുക്കണില്ല. നമുക്ക് മരത്തുമേൽ നമുക്ക് ഇഷ്ടമുള്ളത് പറിച്ചിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പല വീഡിയോയിലും ചോദിക്കാറുണ്ട് ഇത് ഫ്രീ ആണോ? ഒന്നും ഫ്രീ അല്ല കേട്ടോ. നമ്മൾ ഓരോരുത്തർക്ക് $15 കൊടുക്കണം ഇങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത് കയറി കഴിയുമ്പോൾ അത് നമ്മുടെ നീനയുടെ ഒരു കവർ ഇരിക്കുന്നുണ്ടല്ലേ, അങ്ങനത്തെ കവർ നമുക്ക് എല്ലാവർക്കും ഓരോ കവർ തരും. അപ്പോൾ നമുക്ക് അതിനകത്ത് കൊള്ളുന്നത് ഇതിനകത്ത് പറിച്ചെടുക്കാം. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ചെടുത്ത് കഴിക്കുകയും ചെയ്യാം. സൂപ്പർ ഭംഗിയുണ്ട് കേട്ടോ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. ഈ മരത്തിനൊക്കെ തീർന്നു തുടങ്ങിയിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ കുറേ ഉണ്ടാവും. ഈ മരത്തിനൊക്കെ എല്ലാവരും താഴെ വീണടക്കണ്ട, എന്തോരം വീണടക്കണല്ലോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് ആപ്പിളാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ആപ്പിൾ കിട്ടുമ്പോൾ നമുക്ക് വാക്സൊക്കെ അടിച്ചിട്ടല്ലേ കിട്ടാറുള്ളത്. ശരിക്കും വാക്സ് ഒന്നും അടിക്കാത്ത നല്ല ഫ്രഷ് ആപ്പിളാണ്. ഇതവിടെ മരത്തും മരണിരിക്കുന്നത്. അതൊക്കെ ചില സ്ഥലത്തേക്ക് ആപ്പിളുകളൊക്കെ തീർന്നു തുടങ്ങി. പോൾസേട്ടൻ അവിടെ വരണം കയ്യിലെടുത്തിട്ട് പോൾസേട്ടൻ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അത്രയ്ക്ക് ഇഷ്ടമില്ലാന്ന് തോന്നുന്നു ആപ്പിള്. അപ്പോൾ ഒരാപ്പിൾ അയ്യോ ഇത് തൊടുമ്പോഴേക്കും അതിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വീഴാട്ടോ. കാരണം ഇത് നന്നായിട്ട് പാകമായിട്ടാണ് ഇരിക്കുന്നത് ഈ ആപ്പിള്. കഴിച്ചോട്ടെ, മധുരം ഉണ്ടോട്ടെ. നല്ല മധുരം ഉണ്ടല്ലോ അല്ലേ, നല്ല മധുരമുണ്ട്, നല്ല ജ്യൂസിയായിട്ട് ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു പുളിയുണ്ട്. അപ്പം ഇവിടെ വേറെ ടൈപ്പ് ആപ്പിൾ ഉണ്ട് കേട്ടോ. ഇതൊന്ന് പറിച്ച് നോട്ടെ, ടേസ്റ്റ് കഴിഞ്ഞിട്ട് നോക്കട്ടെ. എല്ലാ ആപ്പിളിനും വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. ശരിക്കും ഒരുപാട് വെറൈറ്റി ആപ്പിൾ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 50 to 54 വെറൈറ്റി ആപ്പിൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് നോട്ടെ. ഇതിനും ചെറിയൊരു മധുരമുണ്ട്, ചെറിയൊരു പുളിയുണ്ട്. നമ്മൾ ഇരുമ്പുളി കഴിക്കില്ലേ, നമ്മൾ ഇരുമ്പുളി ചൊളിച്ച് ഇരുമ്പുളി കഴിക്കുമ്പോൾ ചെറിയൊരു പുളിയും ചെറിയൊരു മധുരമില്ലേ, അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട്. ഇത് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുന്നത്. നന്നായിട്ട് ഇതിനകത്ത് നന്നായിട്ട് വെള്ളമുണ്ട് ഇതിനകത്ത്. കുറേ ടൈമുണ്ട്. ഇതിന് തണ്ടിനൊക്കെ ഭയങ്കര കനമുണ്ട് കേട്ടോ. കഴിയുമ്പോൾ ആ സൈഡിലേക്ക് വെട്ടുന്നുണ്ടോ? ഞങ്ങളപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ പോയേക്കായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിന് അവിടെ അപ്പുറത്തെ സൈഡിലേ വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയേക്കായിരുന്നു. ഈ സൈഡിലും ആപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. എന്ത് സാധനം പോൾ ചേട്ടാ? പേരയ്ക്ക് ബ്രിഞ്ചാള് വേഗാട്ടെ ഞാൻ പറഞ്ഞ വഴുതണ ഇത് വേറെ. പക്ഷെ അയാളുടെ കയ്യിൽ ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഇതാ ഇത് കാണിച്ചു ചെറുതാട്ടോ. അതെനിക്ക് തോന്നുന്നു ഭയങ്കര വെയിലടിച്ചിട്ട് അങ്ങനെ വരുന്നത് കളറ്.
അതിൻ്റെ കൊലയിലുള്ളതൊക്കെ താഴെ No, you're good, don't worry. മധുരമുണ്ടോ കുളിച്ചിട്ട്? നല്ല മധുരമുണ്ട്. ഒരെണ്ണം പറിച്ചെടുക്കും. മധുരമുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഒരു മരത്തുമ്മേ ആപ്പിളിൻ്റെ കിടന്ന് നോക്കിക്കേ, എന്തോരാപ്പിളാന്ന് നോക്കിക്കേ. ഒരു കൊല്ലം നല്ല കനം ഉണ്ട് കേട്ടോ അത്. അയ്യോ അതിപ്പോൾ നമ്മുടെ കുഴപ്പമില്ല കേട്ടോ, കാരണം ഇതൊക്കെ ഇങ്ങനെ വീഴാൻ പോണ പോലെ ഇങ്ങനെ എല്ലാം നിൽക്കുന്നത്. ഞാൻ ആ കൊല പിടിച്ചപ്പോഴേക്കും എല്ലാം വീണു. ഇതൊക്കെ എല്ലാം ഇപ്പോൾ വീണ് പോകുള്ളൂ. അയ്യോ തൊടാൻ വേണ്ടി പറ്റില്ല, അപ്പോഴേക്കും എല്ലാം താഴെ വീഴാൻ. അതാ ഇത്രയ്ക്കും അധികം താഴെ വീണ് കിടക്കണം കേട്ടോ. നമ്മുടെ നീന അവിടെ ഉണ്ട്. നീന ഒരു ആപ്പിൾ പറിച്ചടി. വേണ്ടെന്നാണ്, അവിടെ ആപ്പിൾ വലിയ ഇഷ്ടമില്ല. ചില ആപ്പിൾ ഇവിടെ വേറെ അങ്ങോട്ടേക്ക് കുറേ ഉണ്ട് കേട്ടോ. അവിടെ നല്ല മധുരമുള്ള വേറെ ആപ്പിളുണ്ട്. ഈ ആപ്പിൾ നല്ല മധുരം ഉണ്ട് കേട്ടോ. ഓരോരോ കൊലകൾ കിടക്കണുണ്ടാവും. ഇത് തുടങ്ങില്ല, തൊട്ടെല്ലാനും കൂടിയിട്ട് താഴെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് പോവാട്ടെ. പിന്നെ ഇവിടെ പീച്ചും നെക്ട്രീനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അത് ഇവിടെ ഈ യെല്ലോ ഇത് കെട്ടിയിട്ടില്ല, അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അവിടത്തെ ഒന്നും പാകമായിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് നോക്കിയൊക്കെ ഗ്രീൻ ആപ്പിൾ നിൽക്കുന്നുണ്ടോ, അവിടെയൊക്കെ ഇത് കെട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കണ്ടമാനം ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവിടെ പാർക്കിലോട്ടൊക്കെ ഫുള്ളായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ കൂട്ടം കൂട്ടായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ എടുത്തുകൊണ്ടായിട്ട് വൈനിടുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ. വൈന, ജാമ, വയ്യോ എന്തൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ കഴിഞ്ഞു വേണ്ട. ഇനി അപ്പുറത്തെ സൈഡിലുണ്ട്, ആ സൈഡിൽ കുറേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ സൈഡൊക്കെ ഈ സൈഡിലൊക്കെ കുറേ ഉണ്ട്. അതിനൊക്കെ ഉണ്ട് കാരണം അതൊക്കെ കെട്ടി വെച്ചിട്ടാണ്. ഇനി ഇവിടുന്ന് കെട്ടാത്ത സ്ഥലമുണ്ട്, അവരോട് സെയിം തന്നെ. ഇവിടേക്ക് അല്ല ഇവിടെ എന്തോ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ കടയ്ക്കുള്ളത് മൊത്തം മീൻ എടുക്കാം. ആ മതി ഇതെല്ലാം ഇങ്ങനെ വീണു പോകട്ടെ. ഇത് ഇവിടെ ഈ ഫാമിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബിസിനസ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരിങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കില്ല എന്ന് തോന്നുന്നു. ചിലപ്പോൾ കൊടുക്കണമൊക്കെ ഉണ്ടാവുമായിരിക്കും, അധികമൊന്നും കൊടുക്കണില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത്രയ്ക്കധികം വീണെടുക്കുന്നത് കണ്ടമന ആൾക്കാർ വരുമല്ലോ. അപ്പോൾ ആൾക്കാർ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ നിന്ന് ഒരു പീസ് വാങ്ങുന്നുണ്ടല്ലോ, 15 രൂപ വെച്ച് വാങ്ങുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് അവർ തന്നെ ചെറിയൊരു കവറാണ് തന്നെ. ആ കവറിൽ അധികമൊന്നും കൊള്ളത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരും. പിന്നെ ആപ്പിളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5 മാസമൊക്കെയും 2 മാസമൊക്കെ ഇതിൻ്റെ സീസൺ ഉണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് നല്ല പൈസ കിട്ടില്ല. അല്ലെങ്കിൽ ഇത് പറിച്ചിട്ട് ആൾക്കാരെ പറിക്കാനും ഇതിനൊക്കെ നിർത്തുമ്പോൾ അതിന് ഇവർക്ക് കണ്ടമാനം പൈസ വേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ ഇതായിരിക്കും അവർക്ക് ലാഭം. അതുകൊണ്ടാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയ്ക്കധികം താഴെ വീണ് പോയാൽ ഇവർക്ക് കുഴപ്പമില്ല. എന്തോരം ഉണ്ടായി കിടക്കുന്നത് ഭയങ്കര ഭയങ്കര. എനിക്കവിടെ ആപ്പിൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കിടക്കാം. അവിടെ കുറേ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ വർഷം വരുമ്പോൾ ഈ സൈഡിൽ പിടിക്കുമ്പോൾ ഈ സൈഡിൽ നിറച്ചുണ്ടായി കിടക്കാറുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായിട്ടായി, എന്നാലും വേണ്ടതുണ്ട്. പിന്നെ ഇവിടെ വെജിറ്റബിൾസ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഉരുളൻകിഴങ്ങ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട്
ഇത് കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ കുറേ നിങ്ങളെ കാണിക്കണം, കാരണം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതിവിടെ വേറൊരു ആപ്പിളാട്ടാ, ഹണി ക്രിസ്പ് എന്ന് പറഞ്ഞിട്ട്. അത് നല്ല മധുരമുള്ള ആപ്പിളാണ്. നീന കാരണം അങ്ങോട്ടേക്ക് പോയേക്കാം. പക്ഷെ ഇത് എല്ലാവരും തീർന്നിരിക്കാൻ തോന്നുന്നു. ഇതെല്ലാവരും ഒരുമിച്ചായിരിക്കും താഴെ വീഴുന്നത്. ഇതിലേക്ക് താഴെ വീണെടുക്കുന്നത് കണ്ടോ. ഇതൊന്നും നല്ല മധുരമുള്ള ആപ്പിളാണ്. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ തപ്പാൻ വേണ്ടി പോയത്, പക്ഷെ എന്നാലും കിട്ടില്ലെന്ന് തോന്നുന്നു. പോർച്ചുഗലിൽ എൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആപ്പിള്. അപ്പോൾ ഈ സെക്ഷനിൽ വന്ന് ഈ സെക്ഷനിൽ അപ്പോൾ ഇവിടെ ആപ്പിളൊന്നും ഇല്ല. പിന്നെ അത് ഇവിടെ ഒരു ചൈന ഒരു ചേച്ചിയുടെ ഈ ചേച്ചി കത്തിയും കൊണ്ടോട്ട് വന്നേക്കുന്നത്. ആ ചേച്ചി കത്തിയും കൊണ്ട് തൊണ്ടൊക്കെ ചെത്തിയിട്ടാണ് ആ ചേച്ചി കഴിക്കുന്നത്. ഇവർക്ക് ഭയങ്കര ബുദ്ധിയാണ്. വേറെ സൈഡിലേക്ക് വന്നിട്ട് ഈ സൈഡിൽ നോക്കിക്കേ, എന്താണ് നോക്കിക്കേ. മധുരം വേറെ ആരും പറിക്കുന്നുണ്ട്. പൊതുവെ എല്ലാ ആപ്പിളും പറിച്ചിട്ട് മധുരം നോക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയുണ്ട് പറിച്ചിട്ട്? ഓട്ടം ക്രിസ്പ് മധുരം ഉണ്ടോ? ഇതാണ് ആപ്പിള്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കഴിച്ചത് ആപ്പിളായിരുന്നില്ല. അതിന് മധുരം ഉണ്ടെന്നാണ് തോന്നുന്നു, പറഞ്ഞതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാക്ക് കണക്കിന് നിങ്ങൾക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചുകൂടെ ഒറ്റ ആപ്പിളും വിടുന്നില്ല. അതിന് മധുരം ഉണ്ടോ? ഏതിനും മധുരം ഉണ്ടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇത് വേറെ ടൈപ്പ് ആപ്പിളാട്ടാ. ഇതുമ്മ കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുമ്മ അധികം താഴെ വീണ് തുടങ്ങിയിട്ടില്ല. ആപ്പിള് തട്ടിയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആപ്പിള് തട്ടിയിട്ട് ഇടയ്ക്ക് നടക്കുമ്പോൾ വീഴാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഈ ആപ്പിൾ നോക്കിക്ക് എന്തുമാത്രം ആപ്പിളുണ്ടായി നിൽക്കണല്ലേ. നമ്മൾ ഈ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഈ വർഷം 2 ആപ്പിൾ മരം നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നത്തെ വർഷം ആപ്പിൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുമേ നേരെ കാണാത്ത പല ആപ്പിളത്തേക്ക് കിടക്കുന്നില്ല. ഇതുമേന്ന് അധികം ഒന്നും താഴത്തേക്ക് വീണ് തുടങ്ങിയിട്ടില്ല. നമ്മൾ ആദ്യം കണ്ടതൊക്കെ ഉണ്ടായി, ഇതൊക്കെ താഴെ വീണിട്ടുണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ മരത്തുമ്പോൾ നിൽക്കണുണ്ട് കേട്ടോ. വലിയൊരു കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറേയൊക്കെ താഴെ വീണ് പോകട്ടോ. പക്ഷെ ഇനിയിപ്പോൾ ഈ സമയത്തും മഴ കുറവാണ് അവിടെ. മഴയുടെ സീസൺ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇടയ്ക്ക് അങ്ങനെ മഴയുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ ധൈര്യത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ മരത്തുമ്മയ്ക്ക് ഉണ്ടായിക്കണെങ്കിൽ നന്നായിട്ട് ആപ്പിൾ പിടിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇവിടെ അതേ വേറെ മറ്റേ ഗ്രീൻ കളർ ആപ്പിളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് നമുക്ക് പറിക്കാൻ വേണ്ടിയിട്ട് സമയമായിട്ടില്ല. അവിടെ ഒരു യെല്ലോ ആ ടൈപ്പിൻ്റെ സാധനമൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടേക്ക് ആൾക്കാർ നടക്കണുണ്ടല്ലേ, അവിടേക്ക് ഇതാട്ടാ പച്ചക്കറികളാട്ടാ. അവിടെ ഒരപ്പച്ചൻ്റെ കയ്യിൽ ഇത് കണ്ടിരുന്നു, എഗ് പ്ലാന്റ് കണ്ടിരുന്നേ. നമ്മുടെ ഈ ചെറിയൊരു തേങ്ങ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു, മഞ്ഞ കളറാണ്. പക്ഷെ അത് ആദ്യമായിട്ട് കാണുന്നുണ്ട്. അത് അവർ അപ്പുറത്തെ സൈഡിലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടേക്ക് കാണാമെന്ന് വെച്ചാൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഭയങ്കര വലുപ്പത്തിലൊരു സാധനം. നമ്മുടെ ഈ കരിക്ക് ഒക്കെ ഇങ്ങനെ ഒരു മഞ്ഞ കളർ ഉണ്ടാവില്ല, അതേപോലെ അത്രയ്ക്ക് വലുപ്പമുണ്ട്. നീനയും പോൾസേട്ടനും കൂടിയിട്ട് ഹണി ക്രിസ്പ് അന്വേഷിച്ച് പോകുന്നതാണ് കാണുന്നത്. പോൾസേട്ടൻ പോയതാ
നീന എന്നിട്ട് ഞങ്ങൾ കൂടെ പോയിട്ടുണ്ട്. ഇതാണ് ഹണി ക്രിസ്പിൻ്റെ. പക്ഷേ അതിൻ്റെ എല്ലാം കഴിഞ്ഞു, ഇപ്പോൾ സീസൺ കഴിഞ്ഞു. ഇത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞങ്ങൾ നേരത്തെ നോക്കിയപ്പോഴുണ്ടല്ലോ ഒരു ചൈനക്കാരത്തി ഒരു ചേച്ചിയുടെ കയ്യിൽ കത്തിയുണ്ട്. കത്തി കൊണ്ടുവന്നിട്ട് തൊണ്ടൊക്കെ ചെത്തിയിട്ട് ഇരുന്നിട്ട് കഴിക്കാണ്. ചൈനക്കാർക്ക് ഭയങ്കര ബുദ്ധിയുണ്ടോ. അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കത്തിയൊക്കെ കൊണ്ടുവന്നിട്ട് ചെത്തി കഴിക്കുന്നത്. കാരണം തൊണ്ടൊക്കെ ചെത്തിയിട്ട് നാടായിട്ടത്തേക്ക് പോയി. ഞാൻ അങ്ങോട്ട് പോട്ടിട്ട് അവിടെ ചിലപ്പോൾ ചെന്ന് നിൽക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടാവും. സാധാരണ നമ്മൾ ആദ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ എല്ലാവരും ഉണ്ടാവാറുണ്ട്. നീയും പിന്നെ അലീനയും എല്ലാവരും ഉണ്ടാവാറുണ്ട്. എല്ലാവരും കൂടി വരുമ്പോൾ ഒരു രസമാണല്ലോ. ഇപ്പം ഞാനും നീനയും പേഴ്സണും മാത്രമേ ഉള്ളൂ. കാരണം നീനയ്ക്കും ഭയങ്കര ബോറടിയാണ്. കാരണം അവർക്ക് ചേച്ചിമാരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ്. അവർക്ക് വരാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. ഞാൻ എന്നിട്ട് നിർബന്ധമാക്കി പറഞ്ഞിട്ട് കൂടെ പോകുന്നതാ. ഇതിന്മേൽ അത്രയ്ക്ക് അധികം ഇല്ല കേട്ടോ, എന്നാലും ഉണ്ട്. ഇത് വേറെ കളർ. ഇത് നമുക്കിപ്പോൾ പറിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കണ്ടില്ലേ, എന്നിപ്പോൾ ആരും പറിക്കില്ല. ഇത് മീൻ നമുക്ക് എന്തോരം ഉണ്ടായിക്കണെന്ന് നോക്കിയേ. ഇത് കുറച്ച് ചെറിയ ടൈപ്പാട്ടാ. ഭയങ്കര ഭംഗിയാണ് ഉണ്ടായി കിടക്കുമ്പോൾ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ആപ്പിൾ അത്രയ്ക്ക് ഇഷ്ടമില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വല്ല പേരയ്ക്ക് നമ്മുടെ നാട്ടിലെ വല്ല മാങ്ങയൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ആപ്പിൾ. എൻ്റെ മോൻ്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പിൾ. അതുമൊക്കെ കണ്ടില്ല, അതിൻ്റെ കൊമ്പിനൊക്കെ എന്ത് കനം കുറവാണ്. ഇതേപോലത്തെ ഒരു ആപ്പിൾ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര കനം കുറവില്ലേ, ഇങ്ങനെ പടർന്നിട്ട് ഇങ്ങനെ കയറി പോണ പോലത്തെ ടൈപ്പാണ്. പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ മരം പോലെ വരുന്നത്. ഇപ്പം എല്ലാവരും ഇപ്പം ഇങ്ങത്തെയായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഇങ്ങനെ മുന്തിരിയുടെ പോലെ ഇങ്ങനെ വളഞ്ഞിട്ട് പോവുക, അങ്ങനത്തെ ടൈപ്പാണ്. ഇപ്പോൾ പണ്ടത്തെ ഈ മരം പോലെ വരുന്ന ടൈപ്പ് ഇപ്പം ഇല്ല. അപ്പം അങ്ങനെ കാണുന്നില്ല. ഇപ്പോൾ ഒരു പുതിയതൊക്കെ വെക്കുന്നതൊക്കെ അതേപോലത്തെ വെക്കുന്നത് അത് കണ്ടില്ലേ. അതൊക്കെ ആ ടൈപ്പാണ് കണ്ട. അതിൻ്റെ ഇതൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോവുക. നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മരം പോലെ പോണതൊന്നും ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്ന് തോന്നും. ഇവിടെ നോക്കിയേ, ഇതൊക്കെ ചെറിയ ആപ്പിൾ മരങ്ങളാട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പുതിയത് വെച്ചേക്കുന്നുണ്ടാന്ന് തോന്നുന്നു. എല്ലാവരും ചെറിയ മരങ്ങളാണ്. പക്ഷേ ഇത് നോക്കി നിറച്ചുണ്ടായി കിടക്കുന്നുണ്ട് കേട്ടോ. എന്തോരം ഉണ്ടായി കിടക്കുന്നത് നോക്കിക്കേ. ചെറിയ ടൈപ്പ് മരങ്ങളാട്ടോ. എനിക്കതിന് ഇത് വെച്ചിട്ട് അധികം നാളായിട്ടില്ല എന്നാണ്. പക്ഷേ ഇതുമ്മയ്ക്ക് നിറച്ച ആപ്പിളുണ്ടായി കിടക്കുന്നുണ്ട്. ഈ സൈഡിലുണ്ട് കേട്ടോ ആപ്പിള്. ഇതിൻ്റെ കൊമ്പൊക്കെ ഓൾറെഡി ഒക്കെ വാടി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നേരത്തെ ഉണ്ടായി കഴിഞ്ഞതാന്ന് തോന്നുന്നു. ഇതിലേക്ക് നോക്കിക്കേ, ഇതിൻ്റെ കൊമ്പിന് ഇതിനെ താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. എല്ലാം ചെറിയ ടൈപ്പാട്ടാ കാണാൻ. എവിടെ നോക്കി, അടുത്തത് നോക്കിക്കേ. അങ്ങനെ എല്ലാത്തും ഉണ്ട് വേണ്ടത്. ഇതൊരു ആപ്പിളുണ്ടാവണല്ലേ. പിന്നെ കുറേയൊക്കെ ഇവിടെ വെതറിൻ്റെയൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ വെതറിലൊക്കെ നന്നായിട്ട് ആപ്പിളുണ്ടാവും. മരത്തമേതേക്കാളും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ ഒക്കെ താഴെയാണ് കിടക്കണേ. ആ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഈ സൈഡിലൊക്കെ ഉണ്ട്. മുഴുവൻ നിങ്ങളെ അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും മുഴുവനും കാണിക്കാനില്ല. കണ്ടത് തന്നെയാണല്ലോ കാണണത്. നല്ലൊരു കാറ്റ് വീശിലുണ്ട്. നേരത്തെ നല്ലൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല. ഇവിടുന്ന് ആൾക്കാർ ഇതാ വെജിറ്റബിൾസ് ഇതൊക്കെ പറിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് കൂടുതലുള്ളതൊക്കെ എഗ് പ്ലാന്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ. അത് മുഴുവൻ എഗ് പ്ലാന്റാണ്.
ഇതാണ് സ്ഥലം കേട്ടോ. ഞാൻ നിങ്ങളെ അപ്പം ഇതാട്ടോ സ്ഥലം. ഓരോ ആപ്പിളിൻ്റെ പേരുകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ പോയിട്ടുണ്ടെന്ന് വെച്ചാൽ അങ്ങടെ ഒറ്റ വരെയുണ്ട്. ഒറ്റത്തൊക്കെ ആൾക്കാർ നിൽക്കണുണ്ടല്ലേ. പിന്നെ ഇവിടെയൊക്കെ എന്ത് സാധനം ഉണ്ടായിരിക്കുന്നത്? മുളകോ തക്കാളിയോ? ഓ ഇത് ക്യാപ്സിക്കം കേട്ടോ. ക്യാപ്സിക്കം ഒക്കെ ഉണങ്ങിപ്പോയി. കുറേ ഉണ്ടായിട്ടുണ്ട്. നീയായിരുന്ന നീനവിടെ നടക്കണ്ട്. നീനവിടെ നിന്നിട്ടാണ് പറയുന്നത്. പിന്നെ അവിടെ സുഖിനി അതൊക്കെ കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു സ്ഥലത്ത് വെള്ളം നനയ്ക്കണുണ്ടല്ലേ. അവിടെ എന്തൊക്കെയോ ഉണ്ട്. നീന എന്തൊക്കെയോ പറിക്കാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് സുക്കിനി കേട്ടോ. നീന സുക്കിനി നോക്കി നടക്കാണ്. പക്ഷേ ഇതുമേ ഒന്നുമേയും സുക്കിനി ഇല്ല. ആൾക്കാരൊക്കെ പറിച്ചുകൊണ്ട് കഴിഞ്ഞു. നോക്കട്ടെ നിറച്ചാ. നിറച്ചിട്ടില്ല. ഒരു തവണ നിറയ്ക്കാനുണ്ട്. ഉരുളൻകിഴങ്ങ് ഉണ്ട് കേട്ടോ. ഇതാരോ പറിച്ചിട്ട് അവിടെ ഇട്ടിട്ട് പോയിക്കണുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പിൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോവാട്ടോ. ഈ ആപ്പിളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത് നോക്കിക്കേ. ഇത് വലിയ മരം പോലെ പോയിരിക്കണുണ്ടല്ലേ. ചിലത് ഇവിടെ അങ്ങനെ കാണുന്നുണ്ട്. ഇതൊക്കെ നോക്കിക്കേ. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കളർ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ആപ്പിൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാട്ടോ. ഞങ്ങളുടെ ഇതിൻ്റെ മറ്റേ സൈഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഉണ്ടായിരുന്നു. കുറേ സ്ഥലത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. അങ്ങനെ ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നേട്ടാ. ഇത് ഒരു കളറ് ആപ്പിളാട്ടാ. ഇതിൻ്റെ ഈ മറ്റേ സൈഡ് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഈ കളറ് കാണാൻ വേണ്ടിയിട്ട്. നോക്കിക്കേ. അങ്ങോട്ടേക്ക് ഒറ്റ വരെ നിറച്ച് മീൻ എടുക്കുന്നുണ്ട്. അതിന് മരത്തുമ്പൊന്നും ഇല്ല കേട്ടോ. കണ്ടില്ലേ എന്തോരം മീൻ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ വരെ കിടക്കുന്നുണ്ട്. ഇതങ്ങോട്ട് കുറേ ഇതുണ്ട് കേട്ടോ. ഭയങ്കര ലോങ്ങാ അത്. കണ്ട അവിടെയൊക്കെ മീൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്.
Right? Can I take a picture of this? Yeah, we are. They're amazing. They're amazing. Bruce is great. But we have a lot of that because even in California, we have a neighbor like that. Best neighbor travel. I think that's the front. Yeah, neighbor. They truly are still. Well, these people are now waiting. What do you mean? Like 7 years. They're waiting so patiently. അങ്ങനെ നമ്മുടെ ആപ്പിൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടോ. പിന്നെ ഇപ്പം ആൾക്കാർ വണ്ടിയിൽ അവിടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് അതേപോലത്തെ കുറച്ച് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട്. എന്തൊക്കെയോ പിള്ളേർക്ക് കളിക്കാനുള്ള അവിടെയും കുറച്ച് കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ മത്തങ്ങയുണ്ട്. ഇനിയിപ്പോൾ ഹാലോവീൻ വരാണല്ലോ, അപ്പോൾ അതിൻ്റെ മത്തങ്ങകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആപ്പിൾ സൈഡർ വെച്ചിട്ട് നല്ല ഡോണറ്റ് കിട്ടും. അത് ഇവർ ഇവിടെ ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ട് നീന പോയേക്കാം. ഫോൾ സൈഡിന് ഇവിടെ ബാത്റൂമിൽ പോയേക്കാം. അവിടെ പംകിനെ ഇരിക്കണുണ്ടല്ലേ, അവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി പംകിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാരൊക്കെ വാങ്ങിച്ച് ഓരോ സ്ഥലത്തൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ റിലാക്സ് ചെയ്യാനായിട്ട്. പക്ഷേ ഇപ്പോൾ സമയം എനിക്കാണ് സമയം ഇപ്പോൾ 4 മണിയായിട്ടുണ്ടെന്ന് പറയുന്നത്. എനിക്കാണ് 4 മണി വരെ ഇവിടെ ആൾക്കാരെ കയറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൾക്കാരെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഉച്ച നേരമൊക്കെ ആയപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അവിടെ നിൽക്കുന്നത് ഫോണാട്ടോ. അവിടെ നിൽക്കുന്നുണ്ടല്ലേ ആ പിള്ളേരൊക്കെ അവിടെ നിന്നിട്ട് കളിക്കുന്ന നോക്കി നല്ല രസമുണ്ട് കളിക്കുന്നത് കാണാൻ. ചെറിയ കുട്ടികളാണ്, നല്ല രസമുണ്ട് ഡാൻസ് കളിക്കുന്ന കാണാൻ. Guys, you have 2 seconds to figure this out. The little one like that? ആയിട്ടുള്ള കളർ ഇത് നോക്കിക്ക് വേറൊരു കളർ എന്ത് രസമല്ല കളർ കാണാൻ വേണ്ടി കാണാത്തൊരു കളർ അത് ചെറിയൊരു ഡിസൈൻ നോക്കിക്ക് എന്ത് രസമല്ല
കുറേ ടൈപ്പുകളുണ്ട് കേട്ടോ പംകിൻ. ഇതൊക്കെ നോക്കിക്കേ, കുഞ്ഞ ടൈപ്പ് പംകിൻ. ഇതേപോലത്തെ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പല ഷേപ്പുള്ളതുണ്ട്. അതവിടെ വേറെ ഒരെണ്ണം നോക്കിക്കേ, ഇതിൻ്റെ കളർ ഇങ്ങനെ നോക്കിക്കേ. കോണൊക്കെ നോക്കിക്കേ, പല കളറുള്ള കോണൊക്കെ. അതൊരാള് കോണിൻ്റെ ഇതുണ്ടല്ലോ, കോണിനെ മുളത്തേപ്പാടി അതവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അത് അയാൾ വാങ്ങിച്ചുകൊണ്ടുണ്ട് കേട്ടോ. അത് പൈസ കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഹലോവിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ ആൾക്കാർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒക്കെ ഡെക്കറേഷനായിട്ട് വെക്കും ഈ പംകിനും ഇതൊക്കെ. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ ആപ്പിൾ പിക്കിങ് കഴിഞ്ഞിട്ട് പോവാട്ടോ. അത് ഇവിടേക്ക് വന്നേക്കുന്ന ആൾക്കാരാട്ടോ ഇത്. പിന്നെ ഇവർക്ക് ഇവിടെ ചെറിയൊരു സ്റ്റോറുണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് നമ്മൾ പോയില്ല, കാരണം നമുക്ക് പാർക്കിങ് കുറേ അകലെയായിട്ട് കിട്ടിയത്. അതിൻ്റെ ഉള്ളിൽ കുറേ വെജിറ്റബിൾസും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു സ്റ്റോർ. അതിൻ്റെ ഉള്ളിൽ രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ ഞങ്ങൾ പോയില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു നഴ്സറി ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടെ നല്ല ഭംഗിയുള്ള വെള്ളപ്പൂ ഉണ്ടാവില്ലേ, അത് നമ്മൾ ഇവിടെ നിന്ന് ഈ നഴ്സറിയിൽ നിന്നാട്ട് വാങ്ങിച്ചത്. വലിയ നഴ്സറിയാണ്. ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പോണതാണ്. വെള്ളപ്പൂവ്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, പൂക്കളും സാധനങ്ങളൊക്കെ. രണ്ട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ വിൻ്ററായി തുടങ്ങിയില്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. ഒരെണ്ണത്തിന് ഇത് $16 കേട്ടോ. $1 $84 $84 റുപ്പീസാന്ന് തോന്നുന്നു. അപ്പോൾ $15 5 45 8 9 10 11 12 1250 അത്രയ്ക്ക് അടുത്ത് വരും കേട്ടോ അതിൻ്റെ വില. അപ്പോൾ നമ്മൾ അതിൻ്റെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണത്. ഇവിടെ നോക്കി, ഇവിടെ കുറേ ചെടികൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അവിടെ വെള്ളപ്പൂ ഉണ്ടായി നിൽക്കണില്ലേ, അതിൻ്റെ പല കളറുകളൊക്കെ ഇതവിടെ നിൽക്കണമെങ്കിൽ അതിൻ്റെ വലുതായിട്ട് നിൽക്കണില്ല, അതാണ് നമ്മുടെ വീട്ടിൽ അത്രയ്ക്ക് വലുതായിട്ടുണ്ട്. അതിനൊക്കെ ഭയങ്കര വില കേട്ടോ. ഞാനൊന്ന് പോയി നോട്ടെ കേട്ടോ അതിൻ്റെ വില. ഇവിടെ നല്ല ഭയങ്കര റോസപ്പ് നിൽക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ മറ്റേ വില കൂടിയ റോസ് എന്ന് പറഞ്ഞില്ലേ, $75 ഞാൻ ഒരിക്കൽ വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ റോസ് കേട്ടോ. ഇതിൻ്റെ വില ഞാൻ നോട്ടേട്ടാ. ഇതിൻ്റെ വില എഴുതി വെച്ചേക്കുന്നത് $175 കേട്ടോ ഇതിൻ്റെ വില. നല്ല രസമുണ്ട് ഇവിടെ. അത് നോക്കിക്കേ, ഒരു പിഞ്ഞ വരെ നിൽക്കണമെങ്കിൽ അതായത് നോക്കിക്കേ, ബുഷായിട്ട് നിൽക്കുന്ന നോക്കി കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്, നല്ല അടിപൊളി. അതായത് ആ സൈഡിലൊക്കെ നോക്കിക്കേ, അവിടെ ഉണ്ട് കുറേ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് നമ്മളങ്ങനെ 2 ചെടി വാങ്ങിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകണ്ട. കുറേ ചെടികളൊക്കെ ഉണ്ട്, എല്ലാത്തിനും നല്ല വില കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആപ്പിൾ പിക്കിങ് ഒക്കെ കഴിഞ്ഞ് വന്ന് എനിക്ക് കുറച്ച് ഇതാ നല്ല ക്രാബ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്രാബിന് ഞാൻ കുറച്ച് അരപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു വലിയ കറി പോലെയല്ല വെച്ചത്, ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയ പോലെ ഇട്ടതാട്ടെ. നല്ല ക്രാബായിരുന്നു കേട്ടോ, ചെറിയ ക്രാബാണ്, പക്ഷെ നല്ല പൊന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതാ അടുപ്പത്ത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പയറാട്ടത്, നല്ല ചൂട്. ആസ്പിൻകുട്ടനെ ഇവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആളെ നമ്മൾ പുറത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വന്നു എൻ്റെ അടുത്ത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ട്രാഷ് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രാഷ് വെച്ചേക്കുന്നത് കേട്ടത്. അപ്പോൾ അവനവിടെ ഇരുന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാനാണ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നേരെ ഇരുട്ടായിട്ടാണ്. നമ്മുടെ
ചിമ്പൂട്ടനും വന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൻ അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കാം. ഇല്ല